ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജനറൽ റീഡിംഗ് കണ്ട് ആരും ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. യൂണിവേഴ്സിന്റെ പേഴ്സന്റെ ഫീലിംഗ്സ് എന്താണ്? ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടെന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിന് നിങ്ങൾ രണ്ടുപേരും അതിജീവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലായിരിക്കാം. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിലെ ആ ഒരു തെറ്റിദ്ധാരണകളെല്ലാം തന്നെ മാറുന്നതാണ്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. സോർട്സ് ആൻഡ് ഡെവിൽ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. മേ ബി അതിന്റെ റീസൺ കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. അല്ലെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഭയക്കുന്നതായിട്ട് കാണുന്നു. അതിന്റെ ആ ഒരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലായിരിക്കാം. ഇവിടെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മേ ബി അവരുടെ പാസ്റ്റിലായിരുന്നായിരിക്കാം അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടിയെ ഭയക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തക്ക രീതിയിൽ അവർ തടയുന്നുണ്ടായിരിക്കാം. അപ്പം ഒരുപാട് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം ഭയന്നാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ. ഇതിനോടകം തന്നെ ഒരുപാട് മുറിവുകൾ തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെവിൽ എനർജി കാണുന്നു. അത് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ആണെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഫാമിലിയെ പറ്റി ഓർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്, അല്ല നിങ്ങളുമൊത്ത് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ സമയം മാറുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി അവരുടെ ലൈഫിലെ ആ ഒരു കാർമിക് എനർജീസ് ഇത്രയും നാൾ ആ ഒരു വ്യക്തി ഒരു കർമ്മയിലൂടെ ആയിരിക്കാം കടന്നു പോയത്. എന്തായാലും ആ ഒരു കാർമിക് സിറ്റുവേഷൻസ്, ആ ഒരു കാർമിക് ഇൻഫ്ലുവൻസസ് എല്ലാം അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് കാരണം ലൈഫിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് ഒരു സക്സസിലേക്ക് എത്തും എന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നതായിട്ട് കാണുന്നു. മേ ബി അവർ പോയ സിറ്റുവേഷൻസ് ആയിരിക്കാം ആ ഒരു വ്യക്തി ആ ഒരു രീതിയിൽ ചിന്തിപ്പിച്ചത് തന്നെ. എന്തായാലും ആ ഒരു കാർമിക് സിറ്റുവേഷൻസ് ഇവിടെ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പോസിറ്റീവ് ചേഞ്ച് അവരുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നു. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ്. മേ ബി ഒരുപാട് ലൈഫ് ലെസൺസ് ഇതിനോടകം തന്നെ ആ ഒരു വ്യക്തി പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായിട്ട് ആ ഒരു വ്യക്തിക്ക് പിന്തിരിഞ്ഞ് നടക്കാനായിട്ട് സാധിക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇവരെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു വരാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു വ്യക്തി അതിന് ട്രൈ ചെയ്യുന്നില്ല. ആ ഒരു വ്യക്തി തേർഡ് പാർട്ടിയെ ഭയക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി എന്തെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ. എന്തായാലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് നമുക്ക് ഫാമിലി കാർഡ് കിട്ടിയത്. ആ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളുമൊത്ത്
ലൈഫിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അവരുടെ ലൈഫിലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഉറച്ച ഡിസിഷൻ എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഈ ഒരു വ്യക്തി വളരെയധികം ഉയരമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിൽ 2 സിറ്റീസിലായിരിക്കാം ജീവിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നു. എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഉറച്ച ഡിസിഷൻ എടുത്തിരിക്കുന്നു. കാരണം ഇത്രയും നാൾ അവരെ നയിച്ചിരുന്നത് ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു. ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ അരിയിലേക്ക് വരുന്നത് പിന്തിരിപ്പിച്ചത് ഈ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ബോധ്യം വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ആവണമെന്നാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെന്നുള്ള വ്യക്തി ഇതിനോടകം തന്നെ സെൽഫ് ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നേരത്തെ നിങ്ങൾ ഏതിനും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നായിരിക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് വളരെ സ്ട്രോങ് ആയി മാറിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മതി എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഈ ഒരു വ്യക്തി വരുന്നതും കാത്ത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ആ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഇവിടെ വർക്ക് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായിട്ട് കാണുന്നു. കാരണം ലൈഫിന് വേണ്ടി എന്ത് സാക്രിഫൈസും നിങ്ങൾ ചെയ്യാൻ തയ്യാറായ വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെ ഒരു വാല്യൂം ഇല്ലാതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞപ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കിയില്ല. പക്ഷേ ഇപ്പോൾ അതേ ആ ഒരു പെന്റക്കിൾസ് തന്നെ പെറുക്കിയെടുത്ത് ആ ഒരു വ്യക്തി നിങ്ങളെ വാല്യൂ ഉള്ളതാക്കി മാറ്റാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആ ഒരു വ്യക്തി ഇറങ്ങി വരാത്തത് അവരുടെ ലൈഫിലെ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമായിരിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു വ്യക്തി അവിടെ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ആവണമെന്ന് ചിന്തിക്കുന്നു. പക്ഷെ അവരുടെ കറന്റ് എനർജിയിൽ ആ ഒരു വ്യക്തി വളരെയധികം ഭയപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് തേർഡ് പാർട്ടിയെ തന്നെയാണ്. ആ ഒരു തേർഡ് പാർട്ടിയെ വളരെയധികം ഭയത്തോടു കൂടിയിട്ടാണ് ചിന്തിക്കുന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ? ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം സ്ട്രഗിൾ ഉണ്ട്. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോഴും മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമ്പോഴും നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എതിരായി നിൽക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇവിടെ 7 ഓഫ് വാൻസിന് എനർജിയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നിങ്ങൾ 2 പേരും അതിജീവിക്കേണ്ടതായിട്ട് വരും. മേ ബി ആ തേർഡ് പാർട്ടി അറ്റാക്സ് ആയിരിക്കാം. എന്തായാലും ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി വളരെയധികം സ്ട്രോങ് ആണ്. ഈ ഒരു പേഴ്സൺ വളരെയധികം ഭയപ്പെടുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ള ഒരു ഭയം അലട്ടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് ഇതിനോടകം തന്നെ ആ ഒരു വ്യക്തി നേരിട്ട ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം തന്നെ ആ ഒരു വ്യക്തി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ, അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പുറകെ ചേസ് ചെയ്ത് പോകാതിരുന്നപ്പോൾ തന്നെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇനിയും അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഒരു ഡൗട്ട്. അപ്പം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കൂടി നഷ്ടമാകുമോ എന്നുള്ള ഒരു ഭയം വല്ലാതെ അലട്ടുന്നതായിട്ട് കാണുന്നു. വളരെയധികം സങ്കടത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം സ്നേഹം കവിഞ്ഞൊഴുകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ്. അപ്പൊ ആ ഒരു പ്രണയം ഒരിക്കലും അവസാനിച്ചു പോകുന്ന ഒരു പ്രണയമല്ലെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. എന്തായാലും നിങ്ങളുമായിട്ട് ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയമാണ് അനുഭവിക്കുന്നത്. മേ ബി ഈ ഒരു പേഴ്സൺ ഒരു സ്പിരിച്വൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുമൊത്ത് ആ ഒരു
പ്രണയ ജീവിതം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അവർക്ക് ഒരു ഭയമുണ്ട്, നിങ്ങൾ അവരെ അല്ല നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ള ഒരു ഭയം. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ എല്ലാം ആ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. വളരെയധികം ഞാൻ പറഞ്ഞു, വളരെയധികം സങ്കടമുണ്ട്, ഭയമുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്ത് അവരുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വ്യക്തി ട്രൈ ചെയ്യുന്നതാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി വളരെയധികം ഒരു സാഡായിട്ടിരിക്കുകയാണ്. നമുക്ക് 5 ഓഫ് കപ്സും കിട്ടിയിരുന്നു. വളരെയധികം സാഡാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലാത്തത് ആ ഒരു വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തേർഡ് പാർട്ടി ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ ഒരു വ്യക്തി മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് നിങ്ങളെന്നുള്ള വ്യക്തിയുടെ ആ ഒരു ഓർമ്മകളിലും ആ ഒരു സന്തോഷങ്ങളിലുമാണ്, ആ ഒരു മൈൻഡിലാണ് ആ ഒരു വ്യക്തി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം അവരുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. മേ ബി ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പം ആ ഒരു ഫാമിലി ലൈഫ് തകർത്തിട്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയത് ആ ഒരു വ്യക്തിക്ക് ഒരു ഞാൻ പറഞ്ഞായിരുന്നു, ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരുന്നു ആ ഒരു വ്യക്തിയുടെ ഇത്രയും നാൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു കാർമിക് എനർജിയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ട് നിങ്ങളെന്നുള്ള ആ ഒരു ഫാമിലിന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് മാറാനായിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് ആ ഒരു ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്തുള്ള കുറ്റബോധമുണ്ട്, വേണ്ടിയിരുന്നില്ലെന്നുള്ള തോന്നലുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വ്യക്തിക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ആ ഒരു കാർമിക്കായിട്ടുള്ള ആ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ പോകേണ്ടി വന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു വ്യക്തി എല്ലാം തിരിച്ചറിഞ്ഞാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവരുടെ ഇമോഷൻസിനെ അവർ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഇപ്പോൾ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്രയും സ്ട്രോങ് ആയി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? പ്ലീസ് ഗൈഡ് മീ. എന്താണ് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ടോട്ടലി ചേഞ്ച് ആയിരിക്കുന്നു. ഞാൻ തനിച്ചിരിക്കാനാണ് ഏറെയും ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു സമയം ഞാൻ തനിച്ചിരുന്ന് നിന്നെപ്പറ്റി ആലോചിക്കുകയാണ്. ഞാൻ എന്താണ് പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ റിലേഷൻഷിപ്പില്? ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഇപ്പോൾ വളരെയധികം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയുമൊത്ത് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ടാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്? ഞാൻ ഈ ഒരു സമയം നിന്നെ വളരെയധികം വാല്യുബിൾ ആയിട്ടാണ് കാണുന്നത്. നിന്റെ വാല്യൂ എന്താണെന്നുള്ളത് ഞാൻ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. നിനക്കൊരു കമ്മിറ്റ്മെന്റ് തരണമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. നിന്നെയും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ് ഞാൻ. എനിക്ക് നല്ല ഭയമുണ്ട് നിന്നെ നഷ്ടപ്പെട്ടു പോകുമോന്ന്. അത് കാരണം നിന്നെ വിട്ടുകളയാനായിട്ട് ഞാൻ ഒരുക്കമല്ല. ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് കാരണമാണ് ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി വരാത്തത്. അതെല്ലാം അവസാനിച്ചതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ ഒരു ബൗണ്ടറീസിനുള്ളിലാണ് ഈ ഒരു സമയം നിൽക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഇവിടെ ജഡ്ജ്മെന്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതായത് ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിലെ എല്ലാ തെറ്റുകളും മനസ്സിലാക്കിയതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. വളരെയധികം ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള എനർജി അതാണ് നിങ്ങളുടെ പേഴ്സൺ വന്നിരിക്കുന്നത്. മേ ബി ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടി സ്പിരിച്വൽ ആയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ എല്ലാ തെറ്റുകളും ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്.
ഞാൻ നിന്റെ അരികിലേക്ക് വളരെ വേഗം ഓടിയെത്താനായിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നീ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഹാപ്പി ലൈഫ് നിനക്ക് തരുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ മൊത്തമുള്ള ഒരു മാരേജ് ആയിരിക്കാം ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളത്. എന്തായാലും നിങ്ങളുമായിട്ട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ വരുന്നത് നിങ്ങളുടെ അരികിലേക്ക്. അപ്പം ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ്. ഇനി യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണൽ മൊത്തമുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ നിങ്ങളുടെ പേഴ്സണൽ മൊത്തമുള്ള ലൈഫിന്റെ പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നേടാവുന്നതാണ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ലൈഫിൽ തളർന്നിരിക്കേണ്ടവരല്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. മേ ബി ഇത്രയും നാൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രോബ്ലംസുകളെല്ലാം തന്നെ നിങ്ങളെ ഒരുപാട് തളർത്തിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അവിടെ തളർന്നിരിക്കേണ്ടവരല്ല, നിങ്ങൾ മുന്നോട്ടാണ് പോകേണ്ടത്. നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല എനർജി വേണം. അപ്പം നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയി മാറേണ്ടതുണ്ട്. അത് മൈൻഡിനെ കുറച്ചുകൂടി കൺട്രോൾ വെക്കുക, അല്ലെ കുറച്ച് നിങ്ങളുടെ ആ മൈൻഡിന്റെ ഇമോഷൻസ് എല്ലാം തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി മാറുക. അതായത് നിങ്ങളുടെ നിങ്ങൾ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇമോഷണൽ സ്ട്രെങ്ത് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ പേഴ്സണൽ മൊത്തമുള്ള ജീവിതത്തെ പറ്റി സ്വപ്നം കണ്ടിരിക്കുകയായിരിക്കാം. ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കാം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ. ഇവിടെ ആ ഒരു റീയൂണിയൻ പോസിബിൾ ആകും എന്നുള്ളതാണ് കാണുന്നത്. രണ്ട് കാർഡ് എടുത്തുള്ളൂ. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനാണ് ഇതുപോലുള്ള കാർമിക് എനർജീസ് എല്ലാം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായേക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് യൂണിവേഴ്സായിട്ട് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുക. കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ലെസൺസ് നേരിട്ടത് കൊണ്ട് തന്നെ ലൈഫിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിച്ചിട്ടുണ്ടായിരിക്കാം. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതെല്ലാം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാം നിങ്ങൾക്ക് വന്നത് ഈ ഒരു കാർമിക് എനർജീസ് നിങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ടാണ്. അപ്പം യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് പാസ്റ്റിന്റെ വേദനകളെല്ലാം തന്നെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഇനി പുതിയ ഒരാളായി മാറുകയാണ് വേണ്ടത്. പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക. ഫ്യൂച്ചറിന്റെ ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ വേദനകളും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ തവണയാണ് മജീഷ്യൻ കാർഡ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നേടാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ജീവിതമായിക്കോട്ടെ, നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, എന്തു തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തു തന്നെ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കുക. അത് സാധ്യമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കാം നമുക്ക്. 2 weeks, കർക്കിടകം, 2001, സെൻസിറ്റീവ്, ഹെൽത്ത് ഇഷ്യൂസ്, വയനാട് 42, കാർത്തിക നക്ഷത്രം, ബേക്കർ, ചിങ്ങം 2 months, ജാനുവരി, ലെറ്റർ വി, 1999, നമ്പർ 1, 38, മിഥുനം 1982, ഡിസംബർ, മെയ്, മകം, യെല്ലോ കളർ 36, 1971, റോസ് ഫ്ലവർ 1980, 1995,
Number 7, sensitive, Kuwait, 49, past life connection, Aniram, Kannur, Magaram, tomorrow, long nail, within 48 hours, yes possible, number 17, 20, 28, letter K, number 13, 53, Richigam, Monday, 1 week, rainbow, movies, June, Vishagam, pink, 1975, grey color, Idiki, 1991, yes possible, 1986, 1990, 1973, Delhi, butterflies, 2023, nature, letter A, letter F, 2002, November, number 2, 27, magenta, number 8, Mumbai, gardening, social media, 25, 26, 47, 32, October, 62, letter U, Tiruvadira Nakshatram, Kasargod, Abittam, Trivandrum, 1993, 1994, letter B, August, 33, letter I, letter G, Uttara Nakshatram, ബ്ലാക്ക് കളർ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്.